നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ 7ാമത്തെ അധ്യായമായ കമ്പനി രൂപീകരണമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങി വച്ചിരുന്നു. കമ്പനി രൂപീകരണത്തിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ഇതിൽ പഠിക്കേണ്ട വസ്തുതകൾ, കമ്പനി രൂപീകരണത്തിൻ്റെ പ്രധാന ഘട്ടങ്ങൾ, അതുപോലെ കമ്പനി രൂപീകരണത്തിലെ വിവിധ ഘട്ടങ്ങൾ, കമ്പനി രജിസ്ട്രാർക്ക് സമർപ്പിക്കേണ്ട പ്രമാണങ്ങൾ ഏതെല്ലാമാണ്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകളും വ്യാപാരം ആരംഭിച്ച സർട്ടിഫിക്കറ്റിൻ്റെയും ആവശ്യകത, ഇങ്ങനെ തുടങ്ങിയ വസ്തുതകൾ മാത്രമാണ് ഇതിൽ പഠിക്കാനുള്ളത്. നേരത്തെ നമ്മൾ പഠിക്കുന്നുണ്ട് വ്യാപാര സംരംഭങ്ങളെക്കുറിച്ച്. ഏകാംഗ വ്യാപാരി അല്ലേ, ഒരാൾ അരുൺ എന്ന സമർത്ഥനായ ഓട്ടോമൊബൈൽ എഞ്ചിനീയർ അദ്ദേഹത്തിൻ്റെ ഫാക്ടറിയിൽ അടുത്ത കാലത്തൊരു പുതിയ കാർബറേറ്റർ വികസിപ്പിച്ചെടുത്തു. ഈ പുതിയ കാർബറേറ്ററിന് പെട്രോൾ ഉപഭോഗം 40% കുറക്കാൻ കഴിയും. ഇപ്പോൾ അദ്ദേഹം ഈ കാർബറേറ്റർ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കുകയാണ്. അങ്ങനെ ഉൽപ്പാദിപ്പിക്കാൻ അയാൾ ആലോചിക്കുകയാണ്. അങ്ങനെ ഒരു ആലോചന അയാളിൽ വരുന്നത് വലിയ തോതിൽ മൂലധനം ആവശ്യമാണ്, കാരണം ഒറ്റയ്ക്കാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഒരു കാർബറേറ്റർ ഉൽപ്പാദിപ്പിക്കുന്നതിനും വിപണനം ചെയ്യുന്നതിനും പര്യാപ്തമായ ബിസിനസ് ഏതാണെന്നറിയാൻ വിവിധ രൂപത്തിലുള്ള ബിസിനസ്സുകളെക്കുറിച്ച് വിലയിരുത്തേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ ഒരു പുതിയ ഉൽപ്പന്നമായത് കൊണ്ടും അതുപോലെ കൂടുതൽ മൂലധനം ആവശ്യമായി വന്നതുകൊണ്ടും നഷ്ടസാധ്യത കൂടുതലാകാൻ ഇടയുള്ളതിനാൽ അദ്ദേഹത്തിൻ്റെ ഏകാംഗ ബിസിനസ്സിനെ പങ്കാളിത്ത ബിസിനസ്സിനായി മാറ്റുന്നത് അഭികാമ്യമല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അപ്പോൾ കമ്പനി ആരംഭിക്കുന്നതാണ് ഉചിതമെന്ന് അദ്ദേഹത്തിന് ഉപദേശം ലഭിക്കുന്നു. കമ്പനി രൂപീകരിക്കുന്നതിനാവശ്യമായ നടപടിക്രമങ്ങൾ ഏതെല്ലാമാണെന്ന് അദ്ദേഹത്തിന് അറിയേണ്ടതുണ്ട്. ഇങ്ങനൊരു ഉദാഹരണം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കമ്പനി രൂപീകരണം ആധുനിക കാലത്തെ ബിസിനസ്സുകൾക്ക് കൂടുതൽ മൂലധനം ആവശ്യമാണ്. മാത്രമല്ല, വർദ്ധിച്ചു വരുന്ന കിടമത്സരവും സാങ്കേതിക വിദ്യയിലുള്ള ത്വരിത മാറ്റങ്ങളും ബിസിനസ്സിൻ്റെ നഷ്ടസാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് ഇടത്തര വൻകിട ബിസിനസ് ആരംഭിക്കാൻ തയ്യാറെടുക്കുന്നവർ കമ്പനി രൂപത്തിലുള്ള ബിസിനസ്സുകൾക്കാണ് ഉയർന്ന പരിഗണന നൽകുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ബിസിനസ് ആരംഭിക്കുക എന്ന ആശയം ഉടലെടുക്കുന്നത് മുതൽ നിയമപരമായി ബിസിനസ് പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് വരെ ആവശ്യമായി വരുന്ന വിവിധ നടപടികളെ കമ്പനി രൂപീകരണത്തിലെ വിവിധ ഘട്ടങ്ങളെന്ന് പറയുന്നു. അപ്പോൾ കമ്പനി രൂപീകരണത്തിലെ വിവിധ ഘട്ടങ്ങളെന്ന് പറയുമ്പോൾ ഒരു ബിസിനസ് തുടങ്ങി അതിൻ്റെ ആശയത്തെ ഉടലെടുക്കുന്നത് മുതൽ നിയമപരമായി ബിസിനസ് പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് വരെ അതിനെ ആ ഒരു സ്റ്റേജുകളെയാണ് ശരിക്കും നമ്മൾ കമ്പനി രൂപീകരണത്തിലെ വിവിധ ഘട്ടങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കമ്പനി രൂപീകരണത്തിലെ നടപടിക്രമങ്ങളും ഈ ഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന നഷ്ടസാധ്യതകളും ഏറ്റെടുക്കുന്ന ആളുകളെ പ്രൊമോട്ടർമാർ എന്ന് വിളിക്കുന്നു. മനസ്സിലാക്കേണ്ട പോയിൻ്റ് അതാണ്. കമ്പനി രൂപീകരിക്കണം. അങ്ങനെ ഒരു കമ്പനി രൂപീകരണത്തിലെ നടപടിക്രമങ്ങളും ഈ ഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന നഷ്ടസാധ്യതകളും ഏറ്റെടുക്കുന്ന ആളുകൾ, അവരെ വിളിക്കുന്ന പേരാണെന്ത്? പ്രൊമോട്ടർമാർ, പ്രൊമോട്ടേഴ്സ് എന്ന് വിളിക്കും. അപ്പോൾ നമ്മൾ കമ്പനി രൂപീകരണത്തിലെ വിവിധ ഘട്ടങ്ങളും അതുപോലെ ഓരോ ഘട്ടത്തിലും ആവശ്യമായി വരുന്ന വിവിധ നടപടിക്രമങ്ങളുമാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്. കമ്പനി രൂപീകരണം, ഫോർമേഷൻ ഓഫ് എ കമ്പനി. നിയമപരമായ നടപടിക്രമങ്ങളും പ്രക്രിയകളും ആവശ്യമായതിനാൽ കമ്പനി രൂപീകരണം ഒരു സങ്കീർണമായ പ്രവർത്തനമാണ്. അപ്പോൾ നിയമപരമായ നടപടിക്രമങ്ങൾ അതിന് ആവശ്യമാണ്, ഒരുപാട് പ്രക്രിയകൾ ആവശ്യമാണ്. ഇങ്ങനെയായതിനാൽ കമ്പനി രൂപീകരണം ഒരു സങ്കീർണമായ പ്രവർത്തനമാണ്. കമ്പനി രൂപീകരണത്തിലെ വിവിധ നടപടിക്രമങ്ങളാണ് 3 വ്യത്യസ്ത ഘടകങ്ങളായി നമുക്ക് തരംതിരിക്കാൻ സാധിക്കുന്നത്. 1 പ്രാരംഭം എന്നാണ് പറയുന്നത്, 2 രൂപീകരണം, 3 മൂലധന സമാഹരണം. പ്രാരംഭം എന്ന് പറഞ്ഞാൽ പ്രൊമോഷൻ, ഇൻകോർപ്പറേഷൻ, സബ്സ്ക്രിപ്ഷൻ ഓഫ് ക്യാപിറ്റൽ എന്നിങ്ങനെയുള്ള 3 ഘട്ടങ്ങളാണ് ഇവിടെ ഉള്ളത്. സ്വകാര്യ കമ്പനികൾക്ക് അഥവാ പ്രൈവറ്റ് കമ്പനീസ് പൊതുജനങ്ങളിൽ നിന്ന് മൂലധനം സമാഹരിക്കാൻ പാടില്ലാത്തതിനാൽ ഇത്തരം കമ്പനികൾക്ക് ഓഹരികൾ വാങ്ങുന്നതിന് പൊതുജനങ്ങളെ ക്ഷണിക്കുന്നതിനുള്ള ക്ഷണപത്രിക തയ്യാറാക്കേണ്ടതില്ല. അപ്പോൾ ഇത്തരം കമ്പനികൾക്ക് ചുരുങ്ങിയ മൂലധനം
ആർജിക്കുന്നതായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ട ആവശ്യവുമില്ല. നമ്മൾ മനസ്സിലാക്കി വെക്കുക എന്നേ ഉള്ളൂ. പ്രാരംഭം എന്നതാണ് നമുക്ക് പഠിക്കാനുള്ള ഒന്നാമത്തെ ഘട്ടം. പ്രൊമോഷൻ ഓഫ് എ കമ്പനി. എന്താണ് പ്രൊമോഷൻ? കമ്പനി രൂപീകരണത്തിലെ ഒന്നാമത്തെ ഘട്ടമാണ് പ്രൊമോഷൻ അഥവാ പ്രാരംഭം. ബിസിനസ് അവസരങ്ങൾ മുതലെടുക്കുന്നതിനായി ബിസിനസ് ആശയങ്ങൾ ആവിഷ്കരിക്കുകയും ഇങ്ങനെ രൂപം നൽകിയ ആശയങ്ങളെ ഭൗതിക രൂപത്തിലുള്ള കമ്പനിയായി രൂപാന്തരപ്പെടുത്തുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾക്ക് മുൻകൈയെടുക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് പ്രാരംഭം എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി രൂപീകരണത്തിലെ ഫസ്റ്റ് സ്റ്റേജാണ്. ഫോർമേഷൻ ഓഫ് എ കമ്പനി ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓർ സ്റ്റേജ് ഇൻ ദ ഫോർമേഷൻ ഓഫ് എ കമ്പനി. ബിസിനസ് അവസരങ്ങൾ മുതലെടുക്കുന്നതിനായി ബിസിനസ് ആശയങ്ങൾ ആവിഷ്കരിക്കുകയും ഇങ്ങനെ രൂപം നൽകിയ ആശയങ്ങളെ ഭൗതിക രൂപത്തിലുള്ള കമ്പനിയായി രൂപാന്തരപ്പെടുത്തുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് മുൻകൈ എടുക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് പ്രാരംഭം. മനസ്സിലായോ? അപ്പോൾ പ്രാരംഭം എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി രൂപീകരണത്തിലെ, ഒരു കമ്പനി ഉണ്ടാക്കുന്നതിലെ ഒന്നാമത്തെ ഘട്ടമാണ്. അതിൽ ബിസിനസ്സിൻ്റെ അവസരങ്ങൾ മുതലെടുക്കുന്നതിനായി ബിസിനസ് ആശയങ്ങൾ ആവിഷ്കരിച്ച് ഇങ്ങനെ രൂപം നൽകിയ ആശയങ്ങളെ ഭൗതിക രൂപത്തിലുള്ള കമ്പനിയായി രൂപാന്തരപ്പെടുത്തുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾക്ക് മുൻകൈയെടുക്കുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് ശരിക്ക് പ്രാരംഭം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രായോഗികമായ ബിസിനസ് ആശയങ്ങൾ കണ്ടെത്തുന്നതോടുകൂടി പ്രാരംഭം എന്ന ഘട്ടം ആരംഭിക്കുന്നു. ഒരു വ്യക്തിക്കോ ഒരു കൂട്ടം വ്യക്തികൾക്കോ കമ്പനികൾക്കോ പുതിയ ബിസിനസ് അവസരങ്ങൾ കണ്ടെത്താവുന്നതാണ്. അത്തരം വ്യക്തികളോ കമ്പനികളോ ഇങ്ങനെ കണ്ടെത്തിയ ബിസിനസ് ആശയങ്ങൾ നടപ്പിലാക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ തുടർന്നു പോകുകയാണെങ്കിൽ അവരെ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഫോർമേഷൻ ഓഫ് എ കമ്പനി എന്നതിലെ ഫസ്റ്റ് സ്റ്റേജായി നാം പഠിക്കുന്നത് പ്രൊമോഷൻ ഓഫ് എ കമ്പനി അഥവാ പ്രാരംഭം എന്ന് പറയുന്നു. ഇങ്ങനെ ഒരു കമ്പനി രൂപീകരണത്തിൻ്റെ ഒന്നാം ഘട്ടവുമായി ഇടപെടുന്ന, അതിനു വേണ്ടിയിട്ടുള്ള ആശയങ്ങളെ ആലോചിക്കുന്ന വ്യക്തികൾക്ക് നാം പറയുന്ന പേരാണ് പ്രൊമോട്ടേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് കമ്പനി നിയമത്തിലെ 69-ാം വകുപ്പ് പ്രകാരം താഴെ തന്നിരിക്കുന്ന സൂചനകളുള്ള വ്യക്തികളെയോ കമ്പനികളെയോ പ്രൊമോട്ടർ എന്ന് വിളിക്കാം. അപ്പോൾ ഒരു പ്രൊമോട്ടർക്കുണ്ടായിരിക്കേണ്ട സൂചനകൾ കമ്പനി നിയമത്തിലെ 69-ാം വകുപ്പ് പ്രകാരം പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ഒരു പ്രൊമോട്ടർ ഉണ്ടായിരിക്കേണ്ടത്? ആരാണ് ഒരു പ്രൊമോട്ടർ? കമ്പനി വകുപ്പ് പ്രകാരം പ്രൊമോട്ടറുടെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? കമ്പനിയുടെ ഓഹരി ക്ഷണപത്രികയിൽ പ്രൊമോട്ടർ എന്ന് പേര് ചേർത്തിരിക്കുന്നയാളായിരിക്കണം. കമ്പനിയുടെ ഓഹരി ക്ഷണപത്രിക എന്ന് പറഞ്ഞാൽ പ്രോസ്പെക്ടസ്, അതിൽ പേര് ചേർത്തിരിക്കുന്നയാളാവണം പ്രൊമോട്ടർ. രണ്ടാമത് പറയുന്നത് ഓഹരിയുടമകൾ എന്ന നിലയ്ക്കോ ഡയറക്ടർ എന്ന നിലയ്ക്കോ കമ്പനി കാര്യങ്ങളിൽ നേരിട്ടോ പരോക്ഷമായോ നിയന്ത്രണമുള്ളയാളായിരിക്കണം. ഷെയർ എടുത്തിട്ട് ഷെയർ ഓണറാവും, ഷെയർ എടുത്ത മുതലാളിയാണ്. ആ നിലയ്ക്കോ അല്ലെങ്കിൽ ഡയറക്ടർ എന്ന നിലയ്ക്കോ കമ്പനി കാര്യങ്ങളിൽ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ കൺട്രോൾ ഉള്ള ആളായിരിക്കുക എന്നതാണ്. മൂന്നാമത് പറയുന്നത് കമ്പനിയുടെ ഡയറക്ടർമാർ ആരുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണോ കമ്പനി കാര്യങ്ങൾ നടത്തി വരുന്നത് ആ വ്യക്തിയാണ്. ചുരുക്കത്തിൽ കമ്പനിയുടെ ഡയറക്ടർ ആര് പറഞ്ഞതിനനുസരിച്ചാണോ കമ്പനിയുടെ കാര്യങ്ങൾ നടത്തി പോരുന്നതെങ്കിൽ ആ പറയുന്ന വ്യക്തിയെ നാം വിളിക്കുന്ന പേരാണ് പ്രൊമോട്ടർ. ഇങ്ങനെ 3 രീതിയിലാണ്, 3 സൂചനകളാണ് ഒരു വ്യക്തി പ്രൊമോട്ടറാകാൻ വേണ്ടി കമ്പനി നിയമത്തിൽ 69-ാം വകുപ്പ് പ്രകാരം പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നത് പ്രൊമോട്ടറുടെ ധർമ്മങ്ങളാണ്. ഒരു പ്രൊമോട്ടർക്കുണ്ടായിരിക്കേണ്ട ധർമ്മങ്ങൾ താഴെ പറയുന്നു. 1. ബിസിനസ് അവസരങ്ങൾ തിരിച്ചറിയുക. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ്. ബിസിനസ്സിൻ്റെ അവസരങ്ങൾ തിരിച്ചറിയുക എന്നതാണ് ഒരു പ്രൊമോട്ടർക്കുണ്ടായിരിക്കേണ്ട ഒരു കാര്യം. ബിസിനസ് അവസരങ്ങൾ കണ്ടെത്തുക എന്നതാണ് ഒരു പ്രൊമോട്ടറുടെ പരമപ്രധാനമായ ധർമ്മം. ബിസിനസ് അവസരങ്ങൾ താഴെ പറയുന്നവയാകാം. 1. ഒരു പുതിയ ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുകയോ വിൽക്കുകയോ ചെയ്യുക. ഒരു പുതിയ ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുകയോ വിൽക്കുകയോ ചെയ്യുക എന്നതാണ്. പുതിയ സേവനം ലഭ്യമാക്കുക. ഉൽപ്പന്നങ്ങൾ പുതിയ രീതിയിലോ ശ്രേണികളിലൂടെയോ ലഭ്യമാക്കുക.
മറ്റേതെങ്കിലും നിക്ഷേപ സാധ്യതകളുള്ള അവസരങ്ങൾ കണ്ടെത്തുക. ഈ സൂചിപ്പിച്ച ബിസിനസ് അവസരങ്ങൾ കണ്ടെത്തിക്കഴിഞ്ഞാൽ അവയുടെ സാമ്പത്തികവും സാങ്കേതികവുമായ സാധ്യതകൾ പ്രൊമോട്ടർ വിശകലനം ചെയ്യണം. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ബിസിനസ് അവസരങ്ങൾ ഒരു പ്രൊമോട്ടർ തിരിച്ചറിയണം. അപ്പോൾ ബിസിനസ്സിൻ്റെ അവസരങ്ങൾ കണ്ടെത്തി ബിസിനസ്സിൻ്റെ വിജയത്തിന് ഉതകുന്ന രൂപത്തിലേക്കുള്ള ഇടപെടലുകളും പുതിയ ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുക, വിൽക്കുക, പുതിയ സേവനം ലഭ്യമാക്കുക, ഉൽപ്പന്നങ്ങൾ പുതിയ രീതിയിലോ ശ്രേണികളിലൂടെയോ ലഭ്യമാക്കുക, ഇങ്ങനെ തുടങ്ങിയ മറ്റേതെങ്കിലും നിക്ഷേപ സാധ്യതകൾക്കുള്ള അവസരങ്ങളൊക്കെ കണ്ടെത്തി ബിസിനസ്സിൻ്റെ പ്രവർത്തനത്തിന് വിജയകരമാകും വിധത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നതിന് വേണ്ടി ബിസിനസ്സിൻ്റെ അവസരങ്ങളെ തിരിച്ചറിയുക എന്നതാണ് പ്രൊമോട്ടറുടെ ഒരു ക്വാളിറ്റി. രണ്ടാമത് പറയുന്നത് സാധ്യതാ പഠനമാണ്. ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറയും. സാധ്യതാ പഠനം. പ്രൊമോട്ടർ തിരിച്ചറിഞ്ഞ എല്ലാ അവസരങ്ങളും ലാഭകരമായി നടപ്പിലാക്കാൻ സാധിക്കണമെന്നില്ല. പ്രൊമോട്ടർ കുറേ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷേ പ്രൊമോട്ടർ അങ്ങനെ തന്നെയാണല്ലോ, ഏതൊരു ബിസിനസ് നടത്തുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതെല്ലാം ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിച്ചോളണം എന്നില്ല. അപ്പോൾ പ്രൊമോട്ടർ തിരിച്ചറിഞ്ഞ എല്ലാ അവസരങ്ങളും ലാഭകരമായി നടപ്പിലാക്കാൻ സാധിക്കണമെന്നില്ല. അതുകൊണ്ട് പ്രൊമോട്ടർ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന ബിസിനസ്സിൻ്റെ, ആ പ്രൊമോട്ടർ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ബിസിനസ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ എല്ലാ ഘടകങ്ങളും വിശദമായ സാധ്യതാ പഠനത്തിന് വിധേയമാക്കുക. ഏറ്റെടുക്കാൻ പോകുന്ന ബിസിനസ് പ്രവർത്തനം ലാഭകരമാണോ എന്ന് വിശകലനം ചെയ്യുന്നതിനായി പ്രൊമോട്ടർ എഞ്ചിനീയർമാർ, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് തുടങ്ങിയവരുടെ വിദഗ്ധ സേവനം ഉപയോഗിക്കാം. ഇങ്ങനെ പദ്ധതികളുടെ സ്വഭാവത്തിനനുസരിച്ച് താഴെ പറയുന്ന തരത്തിലുള്ള സാധ്യതാ പഠനങ്ങളും നടത്താവുന്നതാണ്. സാങ്കേതിക സാധ്യതാ പഠനം. സാധ്യതാ പഠനങ്ങളെ പറയുന്നത്, ഒന്ന് ടെക്നിക്കൽ ഫീസിബിലിറ്റി. ചില ബിസിനസ് അവസരങ്ങൾ ആശയപരമായി നല്ലതായിരിക്കുമെങ്കിലും നടപ്പിലാക്കാൻ സാങ്കേതികമായി ബുദ്ധിമുട്ടുള്ളതായിരിക്കും. ആവശ്യമായ അസംസ്കൃത വസ്തുക്കളും സാങ്കേതിക വിദ്യകളും എളുപ്പത്തിൽ ലഭ്യമാകാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച കഥയിൽ അരുണിൻ്റെ കഥ പറഞ്ഞല്ലോ, കാർബറേറ്റർ ഉൽപ്പാദിപ്പിക്കാൻ ഒരു സവിശേഷ ലോഹം ആവശ്യമാണ്. പ്രസ്തുത ലോഹം നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കാത്തതാണെങ്കിൽ അരുണിനത് ഇറക്കുമതി ചെയ്യേണ്ടതായി വരും. എന്നാൽ രാഷ്ട്രങ്ങൾക്കിടയിൽ തമ്മിൽ പ്രതികൂല രാഷ്ട്രീയ സാഹചര്യമാണ് നിലനിൽക്കുന്നതെങ്കിൽ അരുണിന് ഇറക്കുമതി സാധ്യമാകാതെ വരികയും ചെയ്യും. മറ്റു മാർഗങ്ങൾ കണ്ടെത്താൻ കഴിയാത്ത പക്ഷം പദ്ധതി സാങ്കേതികമായി അസാധ്യമായി തീരുകയും ചെയ്യുന്നു. എന്നതുപോലെ പ്രവർത്തനത്തിൽ സാങ്കേതിക സാധ്യതാ പഠനം എന്ന് പറയുന്ന ഒരു പഠനം ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ധനപരമായ സാധ്യതാ പഠനം, ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി. എല്ലാ ബിസിനസ് പ്രവർത്തനങ്ങൾക്കും മൂലധനം ആവശ്യമാണ്. പ്രൊമോട്ടർ കണ്ടെത്തിക്കഴിഞ്ഞ ബിസിനസ് അവസരങ്ങൾക്ക് എത്രമാത്രം ധനം ആവശ്യമായി വരുമെന്ന് കണക്കാക്കിക്കൊണ്ടിരിക്കണം. ഇങ്ങനെ ഒരു പദ്ധതിക്ക് ആവശ്യമായ മൂലധനം വളരെ കൂടുതലാവുകയും അത്രയും ഭീമമായ സംഖ്യ ലഭ്യമായ ധനാഗമ മാർഗങ്ങളിലൂടെ സ്വരൂപിക്കാൻ കഴിയാതെ വരികയും ചെയ്താൽ പദ്ധതി ഉപേക്ഷിക്കേണ്ടതായി വരും. ഉദാഹരണമായി പുതിയതായി ഒരു ടൗൺഷിപ്പ് വികസിപ്പിച്ചെടുക്കുക എന്നത് വളരെ ലാഭകരമായ പ്രവർത്തനമായി തോന്നിയേക്കാം. എന്നാൽ ഇതിനാവശ്യമായ കോടിക്കണക്കിന് രൂപ ഒരു കമ്പനി രൂപീകരിക്കുന്നതിലൂടെ ഒരു പ്രൊമോട്ടർക്ക് ലഭ്യമാക്കാൻ കഴിയണമെന്നില്ല. തന്മൂലം പദ്ധതി ധനപരമായി അസാധ്യമാക്കുകയും ഉപേക്ഷിക്കേണ്ടതായി വരികയും ചെയ്യുന്നു. ഓക്കെ, പിന്നീട് നമ്മൾ പറയുന്നത് സാമ്പത്തിക സാധ്യതാ പഠനമാണ്. ഇക്കണോമിക് ഫീസിബിലിറ്റി എന്ന് പറയും. ചിലപ്പോഴൊക്കെ ഒരു പദ്ധതി ധനപരമായും സാങ്കേതികമായും സാധ്യമാണെങ്കിലും ലാഭകരമാകണമെന്നില്ല. അത്തരം സാഹചര്യങ്ങളിൽ പദ്ധതികൾ ഉപേക്ഷിക്കേണ്ടതായി വന്നേക്കാം. ഇത്തരം പഠനങ്ങൾ നടത്തുന്നതിനായി പ്രൊമോട്ടർമാർ വിദഗ്ധരുടെ സഹായം തേടാറുണ്ട്. ഇത്തരം വിദഗ്ധർ പ്രൊമോട്ടർമാരെ സഹായിക്കുമെങ്കിലും ഇവർ കമ്പനിയുടെ ആകുന്നില്ല എന്നതാണ് പറഞ്ഞു വന്നത്. സാമ്പത്തിക സാധ്യതാ പഠനം, ഇക്കണോമിക് ഫീസിബിലിറ്റി. ചിലപ്പോഴൊക്കെ ഒരു പദ്ധതി ധനപരമായും സാങ്കേതികപരമായും സാധ്യമാകണമെങ്കിലും ലാഭകരമാണെന്നില്ല, ലാഭം ഉണ്ടാവണമെന്നില്ല. അത്തരം സാഹചര്യങ്ങളിൽ പദ്ധതികൾ ഉപേക്ഷിക്കേണ്ടതായി വന്നേക്കാം. ഇത്തരം പഠനങ്ങൾ നടത്തുന്നതിനായി പ്രൊമോട്ടർമാർ വിദഗ്ധരുടെ സഹായം തേടും. ഇത്തരം വിദഗ്ധർ പ്രൊമോട്ടർമാരെ സഹായിക്കുമെങ്കിലും ഇവർ കമ്പനിയുടെ പ്രൊമോട്ടർമാരാകുന്നില്ല. ഇത്തരത്തിലുള്ള അന്വേഷണങ്ങളും പഠനങ്ങളും അനുകൂലമായ ഫലങ്ങൾ നൽകുന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു പ്രൊമോട്ടർ കമ്പനി ആരംഭിക്കാൻ ശ്രമിക്കുള്ളൂ. പേര് അംഗീകരിക്കലാണ് നെക്സ്റ്റ്. ഒരു കമ്പനി ആരംഭിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പ്രൊമോട്ടർ കമ്പനിക്കൊരു പേര് തിരഞ്ഞെടുക്കേണ്ടതും
ആ പേരിന് അംഗീകാരം ലഭിക്കുന്നതിനായി കമ്പനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനത്തെ കമ്പനി രജിസ്ട്രാർ മുമ്പാകെ അപേക്ഷ സമർപ്പിക്കേണ്ടതുമാണ്. അപ്പോൾ ഒരു കമ്പനി ആരംഭിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പോൾ പ്രൊമോട്ടർ എന്താ ചെയ്യേണ്ടത്? കമ്പനിക്ക് ഒരു പേര് തിരഞ്ഞെടുക്കുക. എന്നിട്ടോ ആ പേരിന് അംഗീകാരം ലഭിക്കുന്നതിനായി കമ്പനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനത്തെ കമ്പനി രജിസ്ട്രാർ മുമ്പാകെ അപേക്ഷ സമർപ്പിക്കുക. അംഗീകാരം ലഭിക്കുന്നതിനായി നിർദ്ദേശിച്ച പേര് അഭികാമ്യമാകുന്ന പക്ഷം രജിസ്ട്രാർ ആ പേരിന് അനുമതി നൽകും. അംഗീകാരത്തിനായി നിർദ്ദേശിച്ച പേര് നിലവിലുള്ള മറ്റൊരു കമ്പനിയുടേതോ അതിന് സമാനമായതോ ആയ പേര് ആകുകയോ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള പേര് ആകുകയോ ചെയ്താൽ അത്തരം പേരിന് അനുമതി കിട്ടില്ല. അതുകൊണ്ട് പേരിൻ്റെ അനുമതിക്കായി കമ്പനി രജിസ്ട്രാർക്ക് സമർപ്പിക്കുന്ന അപേക്ഷയിൽ മുൻഗണനാക്രമത്തിൽ 3 പേരുകൾ നിർദ്ദേശിക്കാറുണ്ട്. പേരിൻ്റെ അനുമതിക്കായി സമർപ്പിക്കുന്ന അപേക്ഷയുടെ ഫോം നമ്മൾ ഈ പാഠഭാഗത്തിൻ്റെ അവസാനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി പറയുന്നത് 4ാമത്തെ പോയിന്റ്, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ ഒപ്പുവെക്കുന്നവരെ തീരുമാനിക്കുക എന്നതാണ്. ഫിക്സിംഗ് അപ്പ് സിഗ്നേറ്ററീസ് ടു ദ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. രൂപീകരിക്കാൻ പോകുന്ന കമ്പനിയുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ ഒപ്പിടുന്നതിനുള്ള അംഗങ്ങൾ ആരൊക്കെയാണെന്ന് പ്രൊമോട്ടർ തീരുമാനിക്കണം. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ ഒപ്പിടുന്ന അംഗങ്ങൾ ആരൊക്കെയാണ് എന്ന് പ്രൊമോട്ടർ തീരുമാനിക്കണം. സാധാരണയായി മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ ഒപ്പുവെക്കുന്നവർ തന്നെയായിരിക്കും ആ കമ്പനിയുടെ ആദ്യത്തെ ഡയറക്ടർമാർ. അപ്പോൾ കമ്പനിയുടെ ഡയറക്ടർമാരായി വരുന്ന ആദ്യ ഡയറക്ടർമാർ ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ ഒപ്പുവെക്കുന്നവരാണ്. അപ്പോൾ ആ കമ്പനിയുടെ ഡയറക്ടർമാർ ആരാണ് നമ്മൾ തീരുമാനിച്ചു. ഇങ്ങനെയുള്ള ഡയറക്ടർമാരായി പ്രവർത്തിക്കുന്നതിനും യോഗ്യതാ ഓഹരികൾ വാങ്ങുന്നതിനുമുള്ള ഇവരുടെ സമ്മതപത്രം എഴുതി വാങ്ങേണ്ടത് ആവശ്യമാണ്. മനസ്സിലായിട്ടുണ്ടാവും. ഇങ്ങനെയാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ ഒപ്പുവെക്കുന്നതുമായുള്ള തീരുമാനം പറയുന്നത്. പിന്നീട് പറയുന്നത് വിദഗ്ധരെ നിയമിക്കലാണ്. അപ്പോയിൻമെൻറ്റ് ഓഫ് പ്രൊഫഷണൽസ്. വിദഗ്ധരെ നിയമിക്കൽ. കമ്പനി രജിസ്ട്രാർ മുമ്പാകെ സമർപ്പിക്കുന്നതിനാവശ്യമായ പ്രമാണങ്ങൾ തയ്യാറാക്കുമ്പോൾ പ്രൊമോട്ടറെ സഹായിക്കുന്നതിനായി ഓഡിറ്റർമാർ, മർച്ചൻ്റ് ബാങ്കുകൾ എന്നിവരെ നിയമിക്കാറുണ്ട്. ഓഹരി ഉടമകളുടെ പേര്, വിലാസം, അവർക്ക് ഓരോരുത്തർക്കും അനുവദിക്കപ്പെട്ടുള്ള ഓഹരികളുടെ എണ്ണം എന്നീ വിവരങ്ങൾ രജിസ്ട്രാർക്ക് സമർപ്പിക്കണം. ഇങ്ങനെ നൽകുന്ന പ്രസ്താവനയെ ഓഹരി അനുവദിക്കൽ പത്രിക അഥവാ റിട്ടേൺ ഓഫ് അലോട്ട്മെൻറ്റ് എന്ന് പറയും. നെക്സ്റ്റ് പറയുന്ന ആവശ്യമായ രേഖകൾ തയ്യാറാക്കലാണ്. കമ്പനി രജിസ്റ്റർ ചെയ്ത് കിട്ടുന്നതിനായി കമ്പനി രജിസ്ട്രാർക്ക് മുമ്പാകെ സമർപ്പിക്കുന്നതിനാവശ്യമായ ചില നിയമ പ്രമാണങ്ങൾ, ലീഗൽ ഡോക്യുമെൻറ്റ്സ് പ്രൊമോട്ടർ തയ്യാറാക്കണം. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, ഡയറക്ടർമാരുടെ സമ്മതപത്രം എന്നിവയാണ് അവയിൽ പ്രധാനം. ഓക്കെ, ഇനി നമുക്ക് പഠിക്കേണ്ടത് രജിസ്ട്രേഷനായി സമർപ്പിക്കേണ്ട രേഖകൾ. ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി സമർപ്പിക്കേണ്ട രേഖകൾ. ഡോക്യുമെൻ്റ് റിക്വയർഡ് ടു ബി സബ്മിറ്റഡ്. ഒന്നാമത് പറയുന്നത് കമ്പനിയുടെ ബാഹ്യകാര്യ നിയമാവലി അല്ലെങ്കിൽ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. കമ്പനിയുടെ ലക്ഷ്യങ്ങൾ നിർവചിക്കുന്ന പ്രമാണം എന്ന നിലയിൽ കമ്പനിയുടെ ഏറ്റവും പ്രധാന രേഖയാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ പ്രതിപാദിച്ചിരിക്കുന്ന പ്രവർത്തനങ്ങൾക്കുപരിയായി ഒരു പ്രവർത്തനവും നിയമപരമായി കമ്പനികൾക്ക് ഏറ്റെടുക്കാൻ സാധ്യമല്ല. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ വിവിധ വകുപ്പുകളായാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അത്തരം വകുപ്പുകൾ താഴെ പറയുന്നു. 1 നാമവകുപ്പ്, 2 രജിസ്റ്റേർഡ് ഓഫീസ് വകുപ്പ് അല്ലെങ്കിൽ ഡൊമിസൈൽ വകുപ്പ്, ലക്ഷ്യവകുപ്പ്. അപ്പോൾ എന്താണ് നാമവകുപ്പ്? നെയിം ക്ലാസ്. കമ്പനി രജിസ്ട്രാർ അംഗീകാരം നൽകുകയും ഇനി മുതൽ കമ്പനി അറിയപ്പെടുന്നതുമായ പേരാണ് ഈ വകുപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രജിസ്റ്റേർഡ് ഓഫീസ് വകുപ്പ് അഥവാ ഡൊമിസൈൽ വകുപ്പ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനത്തിൻ്റെ പേരാണ് ഈ വകുപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് രജിസ്റ്റേർഡ് ഓഫീസിൻ്റെ കൃത്യമായ മേൽവിലാസം ഇതിൽ ചേർക്കണമെന്നില്ല. എന്നാൽ കമ്പനി രജിസ്റ്റർ ചെയ്ത് 30 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ രജിസ്റ്റേർഡ് ഓഫീസിൻ്റെ വിലാസം രജിസ്ട്രാർ അറിയിക്കേണ്ടതാണ്. 3 പറയുന്നത് ലക്ഷ്യവകുപ്പ്, ഓബ്ജക്ട്സ് ക്ലോസ്. മെമ്മോറാണ്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പാണ് ഈ പറയപ്പെട്ട ഏത് വകുപ്പ്? നാമവകുപ്പ് എന്ന് പറയുന്നത്.
കമ്പനിയുടെ രൂപീകരണ ലക്ഷ്യമാണ് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ലക്ഷ്യവകുപ്പിൽ പ്രസ്താവിച്ചിരിക്കുന്ന പ്രവർത്തനങ്ങൾക്കതീതമായി ഒരു പ്രവർത്തനവും നിയമപരമായി ഏറ്റെടുക്കാൻ കമ്പനിക്ക് അധികാരമില്ല. ലക്ഷ്യവകുപ്പിനെ ഉപവകുപ്പുകളായി തരംതിരിച്ചിരിക്കുന്നു. കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് ഈ ഉപവകുപ്പിൽ ചേർത്തിരിക്കുന്നത്. ഈ ഉപവകുപ്പിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ കൂടിയും കമ്പനിയുടെ പ്രധാന ലക്ഷ്യം നേടുന്നതിനായി ഏറ്റെടുക്കുന്ന എല്ലാ അനുബന്ധ പ്രവർത്തനങ്ങളെയും സാധുതയുള്ളവയായി പരിഗണിക്കാവുന്നതാണ്. നെക്സ്റ്റ് പറയുന്നത് ബാധ്യതാ വകുപ്പാണ്, ലയബിലിറ്റി ക്ലോസ്. ഈ വകുപ്പ് പ്രകാരം അംഗങ്ങളുടെ ബാധ്യത അവരുടെ ഓഹരികളിന്മേൽ അടയ്ക്കാൻ ബാക്കിയുള്ള തുകയായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. ഉദാഹരണമായി ഒരു ഓഹരി ഉടമ 10 രൂപ മുഖവിലയുള്ള 1000 ഓഹരികൾ വാങ്ങുകയും ഓരോ ഓഹരിക്കും 6 രൂപ നിരക്കിൽ പണമടക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബാധ്യത ഓരോ ഓഹരിക്കും 4 രൂപ വീതമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് കമ്പനിയുടെ പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും പരമാവധി 4000 രൂപ മാത്രമേ അദ്ദേഹത്തിനോട് അടയ്ക്കുവാൻ ആവശ്യപ്പെടുകയുള്ളൂ. ഇങ്ങനെയുള്ള ഒരു വകുപ്പാണ് ബാധ്യതാ വകുപ്പ്. നെക്സ്റ്റ് പറയുന്നത് മൂലധന വകുപ്പ് അഥവാ ക്യാപിറ്റൽ ക്ലോസ്. ഓഹരികൾ പുറപ്പെടുവിക്കുന്നതിലൂടെ ഒരു കമ്പനിക്ക് സമാഹരിക്കാൻ അധികാരപ്പെടുത്തിയിട്ടുള്ള പരമാവധി മൂലധനമാണ് ഈ വകുപ്പിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെ തുടങ്ങി ആരംഭിക്കാൻ പോകുന്ന കമ്പനിയുടെ അംഗീകൃത മൂലധനം, അതിൻ്റെ ഓഹരികളായുള്ള വിഭജനം, ഓരോ ഓഹരികളുടെയും നിശ്ചിത മുഖവില എന്നിവയെല്ലാം ഈ വകുപ്പിൽ പ്രതിപാദിച്ചിരിക്കുന്നു. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു കമ്പനിയുടെ അംഗീകൃത മൂലധനം 25 ലക്ഷം രൂപയുടെ 10 രൂപ മുഖവിലയുള്ള 2.5 ലക്ഷം ഓഹരികളാണെന്നിരിക്കുക. ആ കമ്പനിക്ക് ഈ വകുപ്പിൽ സൂചിപ്പിച്ചിരിക്കുന്നതിൽ കൂടുതൽ തുക ഓഹരി മൂലധനമായി സമാഹരിക്കാൻ സാധിക്കണമെന്നില്ല. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി നമ്മൾ പഠിക്കുന്ന ടോപ്പിക്ക് കമ്പനിയുടെ ആഭ്യന്തര കാര്യ നിയമാവലി, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ഒരു കമ്പനിയുടെ ആഭ്യന്തര ഭരണകാര്യങ്ങളെക്കുറിച്ചുള്ള ചട്ടങ്ങളാണ് ആഭ്യന്തര കാര്യ നിയമാവലി അഥവാ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്ന ചട്ടങ്ങൾ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ്റെ വകുപ്പുകൾക്ക് വിധേയമായിരിക്കും. അതുകൊണ്ട് തന്നെ മെമ്മോറാണ്ടത്തിന് വൈരുദ്ധ്യമാകുന്നതോ മാറിക്കടക്കുന്നതോ ആയ നിയമങ്ങൾ ഉൾപ്പെടുത്താൻ പാടില്ല. കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 2 സബ്സെക്ഷൻ 5 പ്രകാരം ആർട്ടിക്കിൾസ് എന്നത് ഒരു കമ്പനിയുടെ പ്രാരംഭത്തിലുണ്ടായിരുന്നതോ യഥാസമയങ്ങളിൽ ഭേദഗതി വരുത്തിയതോ അല്ലെങ്കിൽ കമ്പനി നിയമത്തിലെ മുൻ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയതോ ആയ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, അതാണ് കമ്പനി ആക്ടിലെ ഷെഡ്യൂൾ 1 ഉൾപ്പെട്ടിട്ടുള്ള പട്ടിക എഫ്, ജി, എച്ച്, ഐ, ജെ എന്നീ മാതൃകകൾ ആർട്ടിക്കിൾസായി സ്വീകരിക്കാവുന്നതാണ്. എന്നിരുന്നാലും പട്ടിക എഫ്, ജി, എച്ച്, ഐ, ജെ എന്നിവയിലെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ ഉൾപ്പെടുന്നവയാണെങ്കിൽ കമ്പനിക്ക് സ്വന്തമായി ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ തയ്യാറാക്കാനും പ്രയോഗിക്കാനും സാധിക്കുന്നതാണ്. നിയുക്ത ഡയറക്ടർമാരുടെ അനുമതിയാണ് അടുത്തത്. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും പുറമെ കമ്പനിയുടെ ഡയറക്ടർമാരായി പേര് ചേർക്കപ്പെട്ടിട്ടുള്ളവരിൽ നിന്ന് ആ നിലയിൽ പ്രവർത്തിക്കുന്നതിനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, ഇവിടെ പ്രത്യേകമായി നമ്മൾ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ്റെ ഷെഡ്യൂളിൽ ഇത് സൂചിപ്പിച്ചിരിക്കുന്ന പ്രകാരം യോഗ്യതാ ഓഹരികൾ വാങ്ങുന്നതിനുള്ള സമ്മതപത്രവും കൂടി ആവശ്യമാണ്. കരാർ പ്രമാണമാണ് അടുത്തത്, എഗ്രിമെന്റ്. കമ്പനി നിയമപ്രകാരം കമ്പനികൾ രജിസ്റ്റർ ചെയ്യുന്നതിന് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ അല്ലെങ്കിൽ മുഴുവൻ സമയ ഡയറക്ടർ അല്ലെങ്കിൽ മാനേജറായി നിയമിക്കുന്നതിന് നിയോഗിക്കപ്പെട്ടിട്ടുള്ള വ്യക്തികളുമായി എന്തെങ്കിലും തരത്തിലുള്ള കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പ്രമാണങ്ങൾ കൂടി രജിസ്ട്രാർക്ക് സമർപ്പിക്കേണ്ടതാണ്. നെക്സ്റ്റ് പറയുന്നത് നിയമപരമായ പ്രതിജ്ഞാപത്രം എന്നതാണ്, സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ. നിയമപ്രകാരം കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട് എന്ന് പ്രസ്താവിക്കുന്ന പ്രതിജ്ഞാപത്രം മുകളിൽ സൂചിപ്പിച്ച പ്രമാണങ്ങളോടൊപ്പം രജിസ്ട്രാർക്ക് സമർപ്പിക്കേണ്ടതാണ്. ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ അഭിഭാഷകൻ, ചാർട്ടേഡ് അക്കൗണ്ടന്റ്, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പേര് ചേർത്തിട്ടുള്ള ഡയറക്ടർ, കമ്പനിയുടെ മാനേജർ, സെക്രട്ടറി എന്നിവരിൽ ആരെങ്കിലും ഈ പ്രതിജ്ഞാപത്രത്തിൽ ഒപ്പുവെക്കേണ്ടതാണ്. ഇത്രയും കാര്യങ്ങൾ ഒന്നും കൂടെ ഒരു പോയിന്റും കൂടെ പറഞ്ഞ് നമുക്കിത് അവസാനിക്കാം. ഫീസ് നൽകൽ. കമ്പനിയുടെ രജിസ്ട്രേഷനെ മുകളിൽ സൂചിപ്പിച്ച രേഖകളോടൊപ്പം ആവശ്യമായ ഫീസ് കൂടി നൽകേണ്ടതാണ്. രജിസ്ട്രേഷൻ ഫീസ് ഒരു കമ്പനിയുടെ അംഗീകൃത മൂലധനത്തെ ആശ്രയിച്ചായിരിക്കും.
ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ ടോപ്പിക്ക് പ്രൊമോട്ടർമാരുടെ സ്ഥാനം, പൊസിഷൻ ഓഫ് പ്രൊമോട്ടേഴ്സ് എന്ന ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.